ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഒരാഗ്രഹമുണ്ടാവും. എന്തായാലും ഭയങ്കര വലിയ ഗ്രാമറൊക്കെ ഇപ്പോഴേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല പഠിക്കാൻ. എന്നാൽ ഒരു നമ്മൾ ചെറുപ്പത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും, ഒരു മിക്കവരും തന്നെ. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ഐഡിയ ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റി കിട്ടും. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഈ വീഡിയോ ഒരു തവണ നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്കിത് ഈസിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് എന്നൊരു മൈൻഡ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പെന്നും പേപ്പറും എടുത്ത് ഒന്ന് റെഡി ആയിട്ടിരുന്ന് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ 100% കോൺസെൻട്രേഷൻ ഈ വീഡിയോയിലേക്ക് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നല്ലപോലെ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. ഞാനത് ഒരുപാട് ഗ്രാമർ വെച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു സിംപ്ലിഫൈ ചെയ്ത് മാക്സിമം സിമ്പിളാക്കി ഞാൻ പറയുന്നത് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ സെൻറ്റൻസ് എഴുതുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളം സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, ഇപ്പോൾ എനിക്കൊരു കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മലയാളത്തിൽ പറഞ്ഞപ്പോൾ എങ്ങനെയാണ്? എനിക്ക് ഒരു കാർ ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ സ്ട്രക്ചർ, ഈ ഒരു ഓർഡർ അല്ല, അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കുമ്പോൾ മലയാളം നമ്മൾ പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ സെൻറ്റൻസ് കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. സെൻറ്റൻസിൽ എല്ലാ വാക്കുകളും ഉണ്ടാകും, പക്ഷേ ഓർഡർ തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഉള്ള സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഗ്രാമർ വലിയ കോംപ്ലക്സ് ആയിട്ട് അല്ല പഠിപ്പിക്കാൻ പോണേ എന്ന് പറഞ്ഞിട്ട് ഇതേ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ തന്നെ പേടിപ്പിക്കുകയാണല്ലോ എന്ന് അങ്ങനെ വിചാരിക്കല്ലേ. ഞാൻ പറയാം. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്, അയാൾ സബ്ജക്റ്റ്, അങ്ങനെ ഓർക്കുക. പിന്നെ അയാൾ ചെയ്ത പ്രവൃത്തി, ഓക്കെ, പ്രവൃത്തിയാണ് വേർബ്. ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന ആൾ ഒബ്ജക്റ്റ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു കുട്ടീനെ തല്ലി. കുട്ടിയെ തല്ലാൻ പാടില്ല എന്നാണ് നിയമം. സ്റ്റിൽ നമ്മളുടെ എക്സാമ്പിളായിട്ട് പറയാണ്, ഞാൻ കുട്ടിയെ തല്ലി. കുട്ടീനെ തല്ലിയത് ആരാണ്? ആരാണ് ആ വടിയെടുത്ത് കുട്ടിയെ തല്ലിയത്? ഞാനാണ് അല്ലേ? നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ടീച്ചർ ആണ് കുട്ടിയെ തല്ലിയത്. അപ്പോൾ സബ്ജക്റ്റ് ഞാനാണ്. ഇനി വേർബ്, പ്രവൃത്തി എന്താണ്? ഒരു വടിയെടുത്ത് ഒരു തല്ല് കൊടുത്തു, അതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ അതാണ് പ്രവൃത്തി, സോ അതാണ് വേർബ്. ഇനി ഒബ്ജക്റ്റ്, ഇത് കിട്ടിയ ആൾ, അതായത് ഇത് റിസൾട്ട് അനുഭവിച്ച ആൾ, കയ്യിൽ അടി കൊണ്ട് വേദനിച്ച ആളാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടോ? നിങ്ങൾ എളുപ്പത്തിൽ ഇത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഒരിക്കലും ഞാൻ കുട്ടിയെ തല്ലാറില്ല, തല്ലരുതെന്നുണ്ട്. സ്റ്റിൽ തല്ലാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ, അതും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ആദ്യം സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ സബ്ജക്റ്റ്, ഇനി പ്രവൃത്തി ചെയ്തത് വേർബ്, ഇതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആൾ ഒബ്ജക്റ്റ്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ മലയാളത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. ഒരു പ്രവൃത്തി, ഇപ്പോൾ ഞാൻ കാർ ഓടിച്ചു. ഇപ്പോൾ എന്താണ്? കാർ ഓടിച്ച ആളാരാണ്? ഞാനാണ് അല്ലേ? അപ്പോൾ ഞാൻ സബ്ജക്റ്റ്. ഞാൻ എന്ത് ചെയ്തു? പ്രവൃത്തിയായിട്ട് എന്താ ചെയ്തത്? വണ്ടി ഓടിച്ചു അല്ലേ? ഓടിച്ചു എന്നുള്ളതാണ് അല്ലേ? ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ് പ്രവൃത്തി. പിന്നെന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട്, ഞാൻ എന്താണ് ഡ്രൈവ് ചെയ്തത്? കാർ. സോ അതാണ് ഒബ്ജക്റ്റ്. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ അല്ലാതെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയേ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ കറക്റ്റ് സെൻറ്റൻസിൻ്റെ ഓർഡറിൽ എഴുതുമ്പോൾ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് വരിക. ഓക്കെ, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രവൃത്തി കറക്റ്റ് ഓടി ചാടി നടന്നു കഴിച്ചു
അങ്ങനത്തെ വാക്കുകളല്ല അല്ലേ വരിക സെൻറ്റൻസിൽ. വേറെ സംഭവങ്ങളൊക്കെ വരില്ലേ, ഹാവ് ഹാസ് ഒക്കെ വരും അല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വേർബാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പ്രവൃത്തി, അത്രേ ഉള്ളൂ. പല ടൈപ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പല വാക്കുകൾ വന്നത്. കഴിച്ചു, ഓടി ചാടി എന്നുള്ളത് മാത്രമല്ല, വേർബിൻ്റെ കാറ്റഗറിയിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇങ്ങനത്തെയൊക്കെ കൂടി വരൂ കേട്ടോ. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ പേരുകൾ, ഓരോ വേർബിനും ഓരോ ടൈപ്പ് വേർബിനും ഓരോ പേരുകളുണ്ട്. നിങ്ങൾ അത്രയും കോംപ്ലക്സ് ആക്കി ഞാൻ പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം സബ്ജക്റ്റ്, ദെൻ ഒരു വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇവിടെ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് സബ്ജക്റ്റ്, ഈറ്റ് എന്നുള്ളത് വേർബ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ്. ഐ ഹാവ് കാർ, ഇവിടെ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഹാവ് എന്നുള്ളത് വേർബ് ആൻഡ് കാർ എന്നുള്ളത് ഒബ്ജക്റ്റ്. അടുത്തത് ഐ ലൈക്ക് ഐസ്ക്രീം, ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ലൈക്ക് എന്നുള്ളത് വേർബ്, ഐസ്ക്രീം എന്നുള്ളത് ഒബ്ജക്റ്റ്. ഐ ടീച്ച് ഇംഗ്ലീഷ്, ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ്, ടീച്ച് എന്നുള്ളത് വേർബ്, ഇംഗ്ലീഷ് എന്നുള്ളത് ഒബ്ജക്റ്റ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനിയൊരു സംഭവമുണ്ട്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. പേര് ഭയങ്കര ഫാഷനുള്ള പേരാണെങ്കിലും വലിയ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ളതൊന്നുമല്ല, എളുപ്പമായിട്ട് പഠിക്കാവുന്ന സംഭവം തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ്, അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കുക പിന്നെയും തുടങ്ങി ആ ടീച്ചർ കോംപ്ലക്സ് ആയിട്ട് പഠിപ്പിക്കാൻ. അയ്യോ, കോംപ്ലക്സ് ആക്കാനല്ല. നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കുക. സിംഗുലർ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? സിംഗുലർ ആ വാക്കിൽ തന്നെ, സിംഗിൾ എന്നുള്ള വാക്കിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരെണ്ണം ആയിരിക്കണം. ഇപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ എന്ന വാക്കിൻ്റെ മീനിങ് ഒരാൾ എന്നാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ്, അതായത് ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലർ വേർബാണ് എന്ന് പറയും. അത്രേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എന്ത് വേർബാണ്? സിംഗുലർ വേർബാണ് വരിക. നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞില്ലേ. യെസ്, അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഓർത്ത് വെച്ചോ, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുക. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ക്യാറ്റ്. ഇവിടെ ഒരു ക്യാറ്റിൻ്റെ കാര്യമായിട്ട് പറയുന്ന ഒരു പൂച്ച. സോ ക്യാറ്റ്, ഒരു പൂച്ച, അതാണ് സിംഗുലർ സബ്ജക്റ്റ്. ഇതിൻ്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയും. ഇവിടെ നല്ല ശ്രദ്ധിക്കുക കേട്ടോ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. സിംഗുലർ വേർബ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? സ്ലീപ്പ് എന്നുള്ള വാക്കാണോ സിംഗുലർ വേർബ്, സ്ലീപ്സ് എന്നുള്ള വാക്കാണോ സിംഗുലർ വേർബ് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം. സ്ലീപ്പ് ആണെന്ന് വിചാരിക്കും നമ്മളല്ലേ. കാരണം എന്താണ്, നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എസ് ചേർക്കണമെന്നാണ് അല്ലേ. രണ്ട് പൂച്ച ഉണ്ടെങ്കിൽ ക്യാറ്റ്സ് എന്നാണ് പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ പ്ലൂറൽ എന്നുള്ള സെൻസിൽ പഠിച്ചിട്ടുണ്ട്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എസ് കൂട്ടി ചേർക്കണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് സിംഗുലർ എന്നുള്ളതിൻ്റെ റൂളാണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബ്. അപ്പോൾ ക്യാറ്റ് എന്നുള്ളത് ഒരെണ്ണമുള്ളൂ. അപ്പോൾ സിംഗുലർ വെർബ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ലീപ്പ് എന്ന് മതിയെന്ന്. പക്ഷേ സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്യണം. അത് മനസ്സിലാക്കുക. സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ എസ് എന്നുള്ളത് ആഡ് ചെയ്താലേ സിംഗുലർ ആവുള്ളൂ. ക്യാറ്റിൻ്റെ കൂടെ സ്ലീപ്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ക്യാറ്റ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ്, സ്ലീപ്പ് എന്നുള്ളത് സിംഗുലർ വെർബാന്ന് വിചാരിക്കല്ലേ. സ്ലീപ്സ് എന്നുള്ളതാണ് സിംഗുലർ വെർബ്. ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കണ്ടോ, അപ്പോൾ ക്യാറ്റിൻ്റെ കൂടെ സ്ലീപ്സ്. ഒരു ഗേൾ, ഒരു പെൺകുട്ടി, ആ കുട്ടി ഡാൻസ് കളിക്കുന്നു. അപ്പോൾ എന്താണ്? ഗേൾ ഡാൻസ് ആണ് വരിക, ഡാൻസസ് ആണ് വരിക. ഗേൾ ഡാൻസസ്. ഷീ ടീച്ചേഴ്സ്. ഹീ റൺസ്. ഷീ ജംപ്സ്. ഓക്കെ, കണ്ടോ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്തേ പറ്റൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു തിയറി മനസ്സിലാക്കി വയ്ക്കണം. അത് അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ ദ ക്യാറ്റ് സ്ലീപ്സ്. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാളാണ്. അതിൻ്റെ കൂടെ കണ്ടോ ടീച്ചേഴ്സ് എന്നാണ് വന്നേക്കണേ. ഹീ പ്ലേസ് ക്രിക്കറ്റ്. കണ്ടോ, ഇവിടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് ആഡ് ചെയ്തു. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റാട്ടോ. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് ചേർക്കണം. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആണെങ്കിൽ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ.
അതായത് രണ്ടാവാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എന്നുള്ള സെൻസിൽ എടുക്കുക കേട്ടോ. ഒന്നിലധികം വേണം, അതാണ് പ്ലൂറൽ. ഇവിടെ നോക്കിക്കേ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ ക്യാറ്റ്സ്. ക്യാറ്റ്സ് എന്ന് പറയുന്നത് പൂച്ചകൾ എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അപ്പുറത്ത് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സ്ലീപ്പ് എന്ന് വേണം. ഓക്കെ, ക്യാറ്റ്സ് സ്ലീപ്പ്. ഇത്ര ഓർക്കുക കേട്ടോ, രണ്ടും എസ് ചേർത്ത് വരില്ല. ക്യാറ്റ്സും സ്ലീപ്സും ഒരുമിച്ച് വരില്ല. ഓക്കെ, ഡോഗ്സും റൺസും ഒരുമിച്ച് വരില്ല. ഒരെണ്ണത്തിലായിരിക്കും എസ് വരാം. ആദ്യത്തേൽ എസ് ഇല്ലെങ്കിൽ രണ്ടാമത്തേൽ എസ് വരും. ക്യാറ്റിൻ്റെ കൂടെ എസ് ഇല്ലാത്തതുകൊണ്ട് സ്ലീപ്സ്, രണ്ടാമത്തേൽ എസ് വന്നു. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ ഓക്കെയാണ്. നോക്കിയേ, ദേ ടീച്ച് ഇംഗ്ലീഷ്. ദേ അവർ, അവർ എന്നുള്ളത് പ്ലൂറൽ അല്ലേ, അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബായിട്ടുള്ള ടീച്ച്. അടുത്തത് വി പ്ലേ ക്രിക്കറ്റ്. വി എന്നുള്ളത് ഞങ്ങൾ, നമ്മൾ. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് പ്ലൂറലാണ്, അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബായിട്ടുള്ള പ്ലേ എന്നുള്ള വാക്ക് ചേർത്തു. സ്റ്റുഡൻസ് പ്ലൂറലാണ്, അതിൻ്റെ കൂടെ വാച്ച് എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് ചേർത്തു. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഇനി ഇവിടെ നോക്കുക, ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ ഐയും യുവും ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരാണെന്നൊന്ന് ആലോചിക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരാളാണ്. യു എന്ന് പറഞ്ഞാൽ നീ, അതും ഒരാളാണ്. പക്ഷെ ഇവർക്ക് കുറച്ച് സ്പെഷ്യൽ എന്താ പറയുക, റൂൾസാണ്. ഇവർ ഒരാളുള്ളെങ്കിലും കൂടുതൽ ആളുകളുള്ള റൂളാണ് ഇവരുടെ അപ്ലൈ ചെയ്യണേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഐ ലൈക്ക് യു. ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഐ ലൈക്സ് യു അല്ലെങ്കിൽ ഐ ലവ്സ് യു എന്നല്ല പറയാറ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് ഐ ലവ് യു. ഇവിടെ നമ്മൾ ഒരിക്കലും ഐ ലവ്സ് യു എന്ന് പറഞ്ഞ് ഒരു സിനിമയിലും ഒരു കഥയിലും കേട്ടിട്ടില്ല. എപ്പോഴും നമ്മൾ ഐ ലവ് യു എന്നാണ് കേട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും നേരം പഠിച്ച റൂള് തിരിച്ചു പറയാല്ലേ എന്ന് വിചാരിക്കല്ലേ. ഞാൻ പറഞ്ഞ സംഭവത്തിലുള്ളൂ, ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ റൂളാണ്. കണ്ടോ, ഐയും യുവും സിംഗുലറാണ്, ആക്ച്വലി ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരെ എന്തായിട്ട് കാണണം, പ്ലൂറലായിട്ട് കണ്ടിട്ട് പ്ലൂറലിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യുക. ഐയുടെ യുടെ കൂടെ ഈ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുകൊണ്ടാണ് ഐയുടെ കൂടെ ഐ ലൈക്ക് യു എന്നുള്ളത് ചേർക്കുന്നത്. കണ്ടോ, ഐ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. സോ അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബായിട്ടുള്ള ലൈക്ക് യൂസ് ചെയ്യുന്നു. യുവിൻ്റെ കൂടെയും അത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. സോ പ്ലൂറൽ വേർബായിട്ടുള്ള ലുക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ ഓർക്കുക. അതാണ് ഇവിടെ ഐ ലൈക്ക് യു, യു ലുക്ക് അമേസിങ് ടുഡേ എന്ന് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ഇതിലൊരു മാറ്റം വരില്ല, ഇതിങ്ങനെ തന്നെയാണ്. ഷീയുടെ കൂടെയും ഹീയുടെ കൂടെയും ഇറ്റിൻ്റെ കൂടെയും ഹാസ്. സിമ്പിൾ. ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ്. ഷീൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കുള്ളൂ, ഹാവ് അല്ല. പക്ഷെ കുറച്ച് മാച്ചിങ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഷീൻ്റെ കൂടെ ഹാസിനേക്കാൾ മാച്ച് ഹാവ് അല്ലേന്ന്. ആക്ച്വലി ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. അതാണ് റൂൾ. ഷീൻ്റെ കൂടെ ഹാസ്, ഹീൻ്റെ കൂടെ ഹാസ്, ഇറ്റിൻ്റെ കൂടെ ഹാസ്. ഇത് തെറ്റിക്കരുത്, മറക്കരുത്. അടുത്ത് നോക്കാം. ഐയുടെ കൂടെ ഹാവ്, യുടെ കൂടെയും ഹാവ്, വിയുടെ കൂടെയും ഹാവ്, ദേയുടെ കൂടെയും ഹാവ്. ദേ എഴുതാൻ മറന്നുപോയി. അപ്പോൾ നോക്കി, ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഇത്രയും കാര്യങ്ങളുടെ കൂടെ ഹാവ്. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ ഹാസ്, ഐ യു വി ദയുടെ കൂടെ ഹാവ്. ഒരു കാര്യം പറഞ്ഞുതരാം, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഹാഡ്. ഓക്കെ, പാസ്റ്റ് ടെൻസിലേക്ക് ആക്കില്ലേ. ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് എന്താണ് ഹാഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. കഴിഞ്ഞു പോയ പാസ്റ്റിലേക്ക് ആക്കാനാണ് നമ്മൾ കൂടുതലും ഹാഡ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഷീ ഹാഡ്, ഹി ഹാഡ്, ഇറ്റ് ഹാഡ്, ഐ ഹാഡ്, യു ഹാഡ്, വി ഹാഡ്, ദേ ഹാഡ്. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ, അതായത് ആദ്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞില്ലേ, ഷീ ഹി ഇറ്റിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കും, ഐ യു വി ദയുടെ കൂടെ ഹാവ് ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് പറഞ്ഞില്ലേ. ഈ പറഞ്ഞ എല്ലാവരുടെയും കൂടെ എന്താണ് ഹാഡ് ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ ഹാസ് യൂസ് ചെയ്യുന്നത് ഷീ ഹി ഇറ്റിൻ്റെ കൂടെ മാത്രമല്ല, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ അത് ഉപയോഗിക്കാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം, അതിൻ്റെ കൂടെ ഹാസ് ആട്ടോ. ഇപ്പം ഞാൻ അലിൻ എന്നുള്ള എൻ്റെ പേര് പറയുമ്പോൾ അലിൻ ഹാസ്, ഓക്കെ എന്നാണ്. ഇവിടെ നോക്കിയേ, അനു ഹാസ്, ഒരാളാണ്, സിംഗുലർ ഒരാളുടെ കാര്യം പറയുന്നതെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഹാസ് ആണ് കേട്ടോ. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ മാത്രമല്ല, സിംഗുലർ സബ്ജക്റ്റ്. ഇപ്പം അനു ഹാസ്, അല്ലെങ്കിൽ ഇപ്പം നോക്കിയേ, പിന്നെ വേറെ ഒരു സിംഗുലർ എന്താ പറയുക, ഒരെണ്ണം ഉള്ള എന്ത് സംഭവം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ സ്റ്റുഡൻറ്റ് ഹാസ് എന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് ഹാസ്. കണ്ടോ, അപ്പോൾ
ഒരെണ്ണം ഉള്ളെങ്കിൽ ഹാസ് യൂസ് ചെയ്യും. അതാണ് അനു ഹാസ്, സ്റ്റുഡൻറ്റ് ഹാസ് എന്ന് പറഞ്ഞത്. പിന്നെ ഹാവ് എവിടെ ഉപയോഗിക്കും? രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഹാവ് ആണ്. അപ്പം നോക്കിയേ, മിനു ആൻഡ് ലിനു രണ്ടുപേരുടെ കാര്യം പറയണ്ട അല്ലേ? മിനുവിൻ്റെയും ലിനുവിൻ്റെയും കാര്യം പറയണ്ട. അപ്പോൾ അത് പ്ലൂറൽ അല്ലേ? രണ്ടുപേരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഹാവ് ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, ടീച്ചേഴ്സ് ഹാവ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക. ഇനി നോക്കിയേ, ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ ഹാസ് യൂസ് ചെയ്യുന്നത് ഹീ ഷീ ഇറ്റിൻ്റെ കൂടെയും സിംഗുലറിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ലേ? ഇതേപോലെ തന്നെ ഹാസ് മാത്രമല്ല ഡസ്സും കൂടി യൂസ് ചെയ്യുന്നത്. അതായത് ഷീയുടെ കൂടെ ഡു അല്ല, ഡസ് ആണ് ഉപയോഗിക്കുക. ചെയ്തു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ചെയ്യുമെന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നത് ഡസ്. അതായത് ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഡസ് ആണ് ഉപയോഗിക്കുള്ളൂ. ഐ യു വിയുടെ കൂടെ എന്ത് ഉപയോഗിക്കും? ഡു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങൾ ഞാൻ മെയിൻലി ഇങ്ങനത്തെ ഐ യു വിയുടെ ഹീ ഷീറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഹീ ഷീറ്റിൻ്റെ കൂടെ ഹാസും ഡസ്സും, ഐ യു വിയുടെ കൂടെ ഹാവും ഡൂവും. ഈ ഒരു സംഭവം കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞ ആ ഒരു ഹാസ് സിംഗുലറിൻ്റെ കൂടെ ഹാസ്, ടീച്ചർ ഹാസ്. ഓക്കെ, അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലോ ഹാവ്. ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. ടീച്ചർ ആണെങ്കിൽ ഡസ്, ടീച്ചേഴ്സ് ആണെങ്കിൽ ഡു. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇതിൻ്റെ കൂടെ തന്നെ. എയ്തർ ദ ഡോഗ് ഓർ ക്യാറ്റ്. ഒരു സെൻറ്റൻസിൽ ഓർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ലീപ്സ് അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കാം. എന്നിട്ട് സിംഗുലർ വേർബായിട്ടുള്ള എസ് കൂട്ടി ചേർക്കുന്ന വേർബ് അങ്ങനെ എഴുതാം. അതായത് ഇവിടേക്ക് ഏത് ദ ഡോഗ് ഓർ ക്യാറ്റ് സ്ലീപ്സ് എന്നാ വരാം കേട്ടോ. ഡോഗിനെയും ക്യാറ്റിനെയും പറ്റി പറയുന്നുണ്ട്, പക്ഷെ ഓർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ എന്താണ്? അത് സിംഗുലർ ആയിട്ട് കാണാവൂ. അതുകൊണ്ടാണ് സ്ലീപ്സ് വന്നിരിക്കുന്നത്. പക്ഷെ ആംഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എന്താണ്? സ്ലീപ്പ്. കണ്ടോ, പ്ലൂറൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സ്ലീപ്പ്. ഇവിടെ നോക്കിയാൽ ആൻഡ് ഡോഗ്, ദ ഡോഗ് ആൻഡ് ക്യാറ്റ് എന്നാണ് പറയുന്നത്. സോ അവിടെ എന്താണ്? സ്ലീപ്പ്. അത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവേണ്ടതാണ്, കാരണം ഇത്രയും സിമ്പിളാക്കി ഞാൻ പറഞ്ഞു തന്നപ്പോൾ കുറച്ച് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുക, ഒന്നുകൂടി കേട്ട് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ആക്കി വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയായാലും ചെയ്ത് ഞാനത് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.